കഴിഞ്ഞ ദിവസം വളരെ സീനിയർ പത്രപ്രവർത്തകരുമായിട്ടൊരു ചർച്ചയിൽ നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നു. അന്നും ചില പത്രപ്രവർത്തകർ പറഞ്ഞത് ഈ സംഭവം വന്നത് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ 5 മാസത്തെ കുടിശ്ശികയില്ലായിരുന്നു മനസ്സിലായി, അതുകൊണ്ടാണ് ഞങ്ങളിത് വാർത്ത കൊടുക്കാത്തതെന്ന് നിങ്ങളിൽ പലരും കേട്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ നിയമസഭയിൽ ഇതൊരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാനാണ് പ്രതിപക്ഷ അടിയന്തര പ്രമേയമായിട്ട് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ വസ്തുതകളെല്ലാം വെച്ചിട്ട് വളരെ വിശദമായ എല്ലാ കാര്യങ്ങളും മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങളുടെ അടുത്തുണ്ട്. ഇതിനകത്ത് 5 മാസക്കാലം പെൻഷനെ കിട്ടിയില്ല, ഒന്നുമില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അവതരിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പെൻഷൻ നൽകിയിട്ടുണ്ട്, അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അടുത്ത പെൻഷൻ കൊടുക്കേണ്ടത് സാധാരണ ഈ സമയത്താണ് ഡ്യൂ, അപ്പോൾ അത് ഡ്യൂ ആയിട്ടില്ല. അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കത്ത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നവംബർ മാസം 9-ാം തീയതിയാണ്. ആ കത്തിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണുമെന്നുള്ളതുകൊണ്ട് ഞാനിനിയും തരുന്നില്ല. മിക്കവാറും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നുന്നു. നവംബർ 9-നാണ് ആ കത്ത് എഴുതിയത്. നവംബർ 9-ന് എഴുതി, അപ്പോൾ തന്നെ അതിനടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. കളക്ടർക്ക് വരെ അതിൻ്റെ കത്തുകൾ പോയി. അങ്ങനെ കത്ത് പോയതിന് ശേഷം തന്നെയാണ് നമ്മൾ പെൻഷൻ കൊടുത്തത്. ആ മാസം പകുതി കഴിഞ്ഞപ്പോഴേക്കും പെൻഷൻ കിട്ടി. ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് മുമ്പ് കിട്ടി. അതിൻ്റെ തുകയെല്ലാം ഞാനവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നവംബറിൽ 1 മാസത്തെ തുക ലഭിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകള് വേറൊരു അദ്ദേഹത്തിൻ്റെ കൂടല്ല, അവർക്ക് ചില രോഗങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രത്യേകം വേറൊരു സ്ഥലത്താണ് അല്ലെങ്കിൽ താമസിക്കുന്നത്, ഒരു പ്രത്യേക ഷെൽട്ടർ ഹൗസിലാണ്. അപ്പോൾ അങ്ങനെ താമസിക്കുന്നവർക്ക് ഉള്ള ഈ പറഞ്ഞ പെൻഷനും കൂടി ഇദ്ദേഹം തന്നെ മേടിച്ചു. അങ്ങനെ 2 പേരുടെ പെൻഷൻ എന്ന നിലയിൽ 3200 രൂപ അദ്ദേഹം നവംബറിൽ മേടിച്ചിട്ടുണ്ട്, ഡിസംബറിൽ മേടിച്ചിട്ടുണ്ട്. അതിന് ഓണത്തിന് 6400 രൂപ ഒരുമിച്ച് മേടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അദ്ദേഹത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തെപ്പറ്റി ഞാൻ അസംബ്ലി പറഞ്ഞിരുന്നു. 28,000 രൂപ അദ്ദേഹത്തിന് കിട്ടി. ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സമയത്ത് പണമൊന്നും കിട്ടാത്തൊരു പ്രശ്നമല്ല ഉള്ളത്. അദ്ദേഹമാണെങ്കിൽ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ടിട്ട് അതിനുള്ള പ്രത്യേക സഹായവും കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷ്യധാന്യം അടക്കം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 5 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് ആ വീട്ടിലേക്ക് എത്തുന്നത് ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ഈ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളവിടെ മറുപടി പറഞ്ഞത്. ഇവിടെ വീണ്ടും പറയുന്നത് പെൻഷൻ സമ്പ്രദായം കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഏത് കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷം. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 18 മാസക്കാലത്തെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് മാത്രമല്ല, ഇന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു, 2006-ൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വരുന്ന സമയത്ത് തൊട്ടുമുമ്പുണ്ടായിരുന്ന AK ആന്റണി ഗവൺമെൻറ് ഏകദേശം 2.5 വർഷക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് പെൻഷൻ തുക കുറവാണ്. ആദ്യമേ പെൻഷൻ നടപ്പിലാക്കിയത് EK നായനാരാണ്, 45 രൂപ. അതിനെതിരായിരുന്നു അന്ന് UDF. പിന്നീട് അവർ അധികാരത്തിൽ ഇരുന്ന സമയത്തൊന്നും കൊടുത്തില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും EK നായനാർ വന്നപ്പോഴാണ് അത് വർദ്ധിപ്പിച്ചത്. അത് വർദ്ധിപ്പിച്ചിട്ട് പിന്നെ വന്ന ഗവൺമെൻറ് അതിനകത്ത് അധികം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ദീർഘകാലം കൊടുക്കാതിരുന്നു. പിന്നീട് 120 രൂപ ഉണ്ടായിരുന്ന ആ പെൻഷൻ 500 രൂപയാക്കുന്നത് VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. 5 വർഷം കഴിഞ്ഞു. ആ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ അവസാന സമയത്ത് 600 എന്നാക്കി 500. പക്ഷേ അത് 18 മാസക്കാലം കൊടുത്തിട്ടില്ല. പല പെൻഷനും പല അളവിലാണ് കൊടുക്കാത്തുള്ളത്. പിന്നീട് വന്ന 1-ാം പിണറായി സർക്കാരാണ് ഘട്ടം ഘട്ടമായിട്ട് ഇത് വർദ്ധിപ്പിച്ചു. ഏകദേശം 35,000 കോടി രൂപ LDF 1-ാം ഗവൺമെൻറ് കൊടുത്തു. 2.5 വർഷമായപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് 24,000 കോടിയോളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ ഇനി ഒന്നും കൂട്ടിയില്ലെങ്കിലും 48,000 കോടി കൊടുക്കണം. അത്രയും ബാധ്യത നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കൊടുത്തു എന്ന് പറയുന്ന UDFൻ്റെ സമയത്ത് 9,000 കോടിയേ കൊടുത്തുള്ളൂ 5 വർഷം കൊണ്ട്. അപ്പോൾ അവിടെ തന്നെ കണക്ക് ക്ലിയറാണ്. ഇതൊന്നും പറയുന്നതല്ല പ്രശ്നം. ഇതിനെല്ലാം എങ്ങനെയാണ് UDF കാണുന്നതെന്നുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ ഞാനിവിടെ പറഞ്ഞ വസ്തുതകളൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം കൃത്യമായി കൊടുത്തു. ഇപ്പോൾ 1 മാസം മുമ്പ് വരെ പെൻഷൻ കൊടുത്തു. അതായത് അടുത്ത മാസത്തെ പെൻഷൻ ഇപ്പോഴേ ആവുന്നുള്ളൂ. അതാണ് 5 മാസം കിട്ടിയില്ല, അതുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടിലായി തെറ്റിദ്ധരിപ്പിക്കരുത്. യഥാർത്ഥത്തിൽ ഇനി ഈ 3 മാസത്തെ നേരത്തെയുള്ള 3 മാസത്തെ കൊടുക്കാനുള്ളത് വെച്ചാൽ ഇത് കഴിഞ്ഞ വർഷം മാസം വരെ കൊടുത്തപ്പോഴും കുറച്ച് 2-3 മാസത്തെ കുടിശ്ശിക നേരത്തെ ഉള്ളതുണ്ട്. ഇതിനെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവും UDFും കോൺഗ്രസ് നേതാക്കന്മാരും നിയമസഭയല്ല ഉപയോഗിക്കേണ്ടത്. 1-ാം തീയതി മുതൽ പാർലമെൻറ്റ് ചേരുന്നുണ്ട്. 18 പേരുണ്ട് ലോക്സഭയിൽ.
രാജ്യസഭയിലും ആളുണ്ട്. അവിടെയല്ലേ ഇത് ഉന്നയിക്കേണ്ടത്? കാരണം നമുക്ക് തരേണ്ട 57,000 ചില്ലാനം കോടി രൂപ തരുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ തർക്കമില്ല. കഴിഞ്ഞ 2017 മുതൽ ഇങ്ങോട്ട് പെൻഷൻ കമ്പനിയും മറ്റുമൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ട്രഷറിയിൽ നിന്ന് എടുക്കുന്ന പണത്തെ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രഷറിയിൽ നിന്ന് എടുക്കുന്നതും കൂടി നമ്മുടെ കടമായിട്ട്, ട്രഷറിയിലുള്ള പണം എടുക്കുന്നതല്ല, ട്രഷറിയിലുള്ള പണം പോലും കടമായിട്ട് കണക്കാക്കി 1,07,000 കോടി കുറച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് പ്ലക്കാർഡുമായിട്ട് ഇതിനെല്ലാം മറച്ച് നിൽക്കുന്നതിന് പകരം 1-ാം തീയതി മുതൽ പാർലമെൻറ്റിൽ ഒരു കാര്യം ഉന്നയിക്കണം. ഇനിയായാലും അവർക്ക് സമയം താമസിച്ചിട്ടില്ല. 8-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് UDFൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കണം. കേരളത്തിലെ UDF ഉള്ളൂ കേന്ദ്രത്തിന് അനുകൂലമായിട്ട് പറയുന്നത്. കർണാടക മുഖ്യമന്ത്രിയും തെലുങ്കാനയും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവൺമെൻറ്റുകളും ഉൾപ്പെടെ BJP ഇതര ഗവൺമെൻറ്റുകളെല്ലാം അതിശക്തമായിട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. BJP ഒരു ദിവസം 2 പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് ഇപ്പം ബീഹാറിൽ മുഖ്യമന്ത്രി രാവിലെ രാജിവെച്ച് വൈകിട്ട് അടുത്ത പാർട്ടിയുടെ മുന്നണിയുടെ ആളായിട്ട് വന്നു. കോൺഗ്രസിൻ്റെ MLA-മാരെ കുറേ പേര് ഔട്ട് ഓഫ് റീച്ച് എന്ന് പറഞ്ഞു. ഇപ്പം കിട്ടിയോന്ന് അറിഞ്ഞുകൂടാ അവിടുത്തെ. ഇങ്ങനെയാണ് എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ ആളുകളെയും കൂടെ പിടിച്ചിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാനായിരിക്കുമല്ലോ നിൽക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് BJP കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള BJP ഈ ചെയ്യുന്ന തെറ്റിനെതിരെ ഡൽഹിയിലേക്ക് 8-ാം തീയതി സമരത്തിന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. വരണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. മോശപ്പെടുത്തിയല്ല, വരണം. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവിടെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷം മോശമാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ പഴയ പഴഞ്ചൊല്ല് പോലെ മോൻ ചത്താലും വേണ്ടില്ല, മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തിനെ മോശമാക്കുന്നത് വഴി ആത്മസംതൃപ്തി കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ വസ്തുത പറഞ്ഞല്ല അത് ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമെങ്കിൽ കേരളത്തിലെ ഇപ്പോഴുള്ള മുഴുവൻ ആളുകൾക്കും അർഹമായിട്ടുള്ള പണം തരാതിരിക്കുന്നതിനെതിരായിട്ടുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും മുന്നോട്ട് വരണം. അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ബാക്കി എല്ലാ കാര്യവും സഭയെ വളരെ വിശദമായി പറഞ്ഞിരുന്നതാണ്. മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അത് നിങ്ങളും ആ കാര്യം നോക്കുന്നതാണ്. വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ വസ്തുത വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായിട്ട് ആ വാർത്ത കൊടുത്തിട്ടുമില്ല.